കനത്ത മഴയിൽ ഇറിഗേഷൻ മെയിൻ ചാൽ നിറഞ്ഞു കവിഞ്ഞ് മനക്കുടി പുള്ള് റോഡിലൂടെ മനക്കുടി വാരിയം പടവിലേക്ക് വെള്ളം ഒഴുകുന്നു. കൃഷിനാശ ഭീഷണിയിൽ റോഡ് ഉപരോധിക്കാനൊരുങ്ങി കർഷകർ. മനക്കുടി വാരിയം പടവിലെ കർഷകരാണ് കൃഷി മുങ്ങി നശിക്കുന്നതിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധിക്കാൻ ഒരുങ്ങുന്നത്. ചൊവ്വാഴ്ച രാവിലെ കർഷകരും പടവ് കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് മനക്കുടി പുള്ള് റോഡ് ഉപരോധിക്കും. സമീപ പടവുകളിൽ കൃഷിയിറക്കാനായി വെള്ളം പമ്പ് ചെയ്ത് കയറ്റിയതിനെ തുടർന്ന് മെയിൻചാൽ നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് മഴ കനത്തത്. മഴയിൽ മെയിൻചാലിൽ നിന്ന് വെള്ളം റോഡിന് മുകളിലൂടെ കവിഞ്ഞ് വാരിയം പടവിൽ നിറയുകയാണ്. വാരിയം പടവിലെ 118 ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി നശിക്കാൻ ഇടയാകുന്നത്. കഴിഞ്ഞ 14 വർഷമായി നിരന്തരം PWDയും മറ്റുള്ള എല്ലാ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ പലപ്പോഴും അപേക്ഷിച്ച് നേരിട്ട് കണ്ടു പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മാനുഷിക പരിഗണന ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഞങ്ങൾക്ക് ഈ റോഡൊന്ന് ഉയർത്തി കിട്ടി. ഞങ്ങളുടെ കൃഷി ഇതിപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കോടി രൂപയോളം ചെലവ് ചെയ്തുകൊണ്ടാണ് ഈ പാടശേഖരം നട്ട് നല്ല രീതിയിൽ വളക്കിയിട്ട് 1-ാം വളക്കും ചേർത്ത് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് നശിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കർഷകർക്കും മാനസികമായിട്ട് വളരെയധികം വേദന ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കർഷകർ ഇതിൻ്റെ ഓഫീസുകളിൽ വന്ന് ഒരു സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പടവിൽ ഞാറ് നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞതേയുള്ളൂ. മെയിൻചാലിൻ്റെയും വാരിയം പടവിൻ്റെയും ഇടയിലുള്ള മനക്കൊടി പുള്ള് റോഡ് താഴ്ന്നു കിടക്കുന്നതിനാലാണ് ചാലിലെ വെള്ളം റോഡ് കവിഞ്ഞ് പാടത്തേക്ക് ഒഴുകുന്നത്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമാണ് 14 വർഷത്തോളമായി ഈ ദുരിതം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിയാണ്. 1/2 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഈ ഭാഗത്ത് റോഡ് ഉയരം കൂട്ടി പുനർനിർമ്മിച്ചാലേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. റോഡ് ഉയരം കൂട്ടി പുനർനിർമ്മിക്കണമെന്ന് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഓരോ വർഷവും വെള്ളത്തിൽ മുങ്ങി കൃഷി നശിക്കുന്ന സ്ഥിതി ആവർത്തിക്കുകയുമാണ്. ഈ മനക്കുടി പുള്ള് റോഡ് അശാസ്ത്രീയമായ പഠനം കൊണ്ടാണ് ഇപ്പോൾ ഈ മെയിൻ കനാലിനേക്കാൾ വളരെ താഴ്ന്നാണ് ഈ റോഡ് വരുന്നത്. അപ്പോൾ അവിചാരിതമായിട്ടുള്ള എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ വാരിയം പടവിൽ ഏക്കർ കണക്കിന് കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൃഷിക്ക് വലിയ ദോഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അശാസ്ത്രീയമായ ആ രീതി മാറ്റി റോഡ് പെട്ടെന്ന് പണി തുടങ്ങാനുള്ളൊരു കാര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ PWD ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. റോഡ് ഉപരോധ സമരത്തിന് ഫലമുണ്ടായില്ലെങ്കിൽ PWD ഇറിഗേഷൻ ഓഫീസുകൾ ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി. TCV ന്യൂസ്, തൃശ്ശൂർ.